ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചക്ക വ്ളോഗായിട്ടാണ് ഗായ്സ്. ഇന്ന് നമ്മൾ ഒരു ലോഡ് ചക്ക നമുക്ക് വേണ്ടി ഇട്ട് തന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ മുത്തുമണി ആയിഷ മാത്തയാണ്. അപ്പോൾ ആയിഷ മാത്ത ഏത് പ്ലാവ് വന്നിട്ടേ കാണൂല കാണോ അയിമഞ്ഞ് ചക്ക ബാക്കിയില്ലല്ലോ. എവിടെ മേലെ എത്താത്തോടത്ത് 2 ചക്ക ഉണ്ട്. ബാക്കിയിലൊക്കെ താഴെത്തിയാ നിര വരി വരിയായതാ ആഴ്ചമാത്തിട്ട ചക്കകളാണ് ഈ കിടക്കുന്നത്. ഞാനല്ല അത് മജീദ് ഇട്ടത്. മജീദാക്കട്ടത് അങ്ങനെ മജീദാക്കട്ട എന്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ടെന്നാണ് ആഴ്ചമാത്ത നമ്മളോട് പറയുന്നത്. മജീദാക്കട്ട ചക്കയാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ചക്ക ഫുള്ള് എടുത്ത് ഉള്ളുക്കൊക്കെ. അപ്പൊ ഒന്നുമില്ലേ വ്ളോഗില് കാട്ടാ ഒന്നുമില്ലേ? ഇത് കൊണ്ടോണ്ട, ഇത് കൊണ്ടുപോകുന്നത് ഓരോരുത്തർ കൊണ്ടുപോവാണ്. എങ്ങോട്ട്? ഓരോ പേരിക്കൊക്കെ ഇവിടെ ഒന്നും കൊണ്ടുപോകോ? അപ്പൊ നമ്മളിത് ഇവിടുന്ന് മാറ്റിയൊക്കെ ഒന്നും വേണ്ട, ഇവിടത്തെ മതി. ഈ ഒരു ചക്ക കണ്ടിട്ട് ഇതിന്റെ ചേല് കണ്ടിട്ട് എന്താണ് ആഴ്ച പറയുന്നത്? പഴുപ്പുള്ള ചക്കയാണോ, പഴഞ്ചക്കയാണോ, ഇടഞ്ചക്കയാണോ, വരിക്കച്ചക്കയാണോ? പൈക്കച്ചക്കേ? വരിക്കയാണോ പഴഞ്ചക്കയാണോ ഏതാണ് ശരി? പഴഞ്ചക്കല്ല, വരിക്കച്ചക്കയാണത്. ഇത് ടേസ്റ്റ് ഉള്ള ചക്കയാണോ? വളഞ്ഞു കൂടുതലാണോ? വളഞ്ഞില്ല. മജീദാക്ക രാവിലെ നിട്ട് പോയ ഫുള്ള് ഇതിഞ്ഞി എത്ര ഇവിടെ ഉപ്പാന്റെ ഇമ്മാന്റെ മൊത്തം കുടുംബത്തിൽ കൊടുത്താൽ ഈ ചക്ക ബാക്കിയാവും. പിന്നെ എത്ര ചക്ക ഉണ്ട് ഇത്? ഓരോരുത്തർ കൊണ്ടുപോകും, ബാക്കിയാവില്ല. ചക്കകൾ കൊണ്ട് പഴമക്കാര് വെക്കണ സാധനങ്ങൾ എന്തൊക്കെയാണ് ചുമത? ചക്ക വരട്ടി, ചക്ക കൂട്ടാൻ, ചക്ക പൊരി, ചക്ക ജാം, പിന്നെ വേറെയൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. ചക്ക സ്ക്വാഷ്, ചക്ക ഐസ്ക്രീം, എന്തൊക്കെ ഉണ്ടാക്കും? എല്ലാം ഉണ്ടാക്കും. ചക്ക മരുന്നാണ്. എന്തിനുള്ള? എല്ലാത്തിനും പറ്റും, എല്ലാ അസുഖത്തിനും. പനി, ജലദോഷം അതിനൊന്നും പറ്റൂല. ചക്ക പറഞ്ഞാൽ അപ്പൊ ഔഷധാണ്. അതാണ് ആയിഷമാതാക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിന്റെ പേരെന്തിനടാ? ബെല്ലൊക്കെ എന്താണ് പറയാനുള്ളത് നോക്കാം. നമുക്ക് ടോബിക്കും ബ്രൂസിനും എന്താണ് പറയാനുള്ളത് നോക്കാം. ടോബി, ബ്രൂസ്. അപ്പോൾ ടോബിൻ്റെ ഒരു പ്രത്യേക കാരണമാണ് നമ്മൾ കൂടിൻ്റെ അടുത്ത് തന്നെ പാത്രം പിടിച്ച് വരും. തിന്നാൻ കൊണ്ടാ പറഞ്ഞാണ്ട് പാത്രം അവിടെ വെക്ക്, പാത്രം അവിടെ വെക്ക്. സിറ്റ് 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 ഒന്നുമില്ല ഇപ്പോൾ മൊയലാളി. എൻ്റെ കുട്ടിയിരുന്നു. ബ്രോസ് താങ്ക് യു. മൊയലാളി അനുസരിച്ചു. മൊയലാളിയുടെ മാനം നീ കാത്തടാ. നീ എൻ്റെ കുട്ടിയാണ് രണ്ടാമത്തെ. അപ്പോൾ ഇത് കൊണ്ടോണ്ട. ഓരോരുത്തർ കൊണ്ടുപോകും. അഫി പോയാ? ഞാൻ എന്നാലും ഇത് എടുത്തേക്കാനൊക്കെ ഉണ്ട്. ഏറ്റി കൊണ്ടുപോകേണ്ടി ചെയ്തിട്ട് ഞാൻ വ്ളോഗൊക്കെ ഓണാക്കി. ഇന്ന വെത്താ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ചക്ക വ്ളോഗ്. ഇനി ചക്ക കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആഴ്ചമൊത്ത ഫാൻസ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഹാജരായിക്കോളൂ. ബൈ.